നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ LDF ബഹുദൂരം മുന്നിലെന്ന് പിണറായി വിജയൻ. മഞ്ഞളാങ്കുഴി അലിയെ പോലെ പലരും LDF വിടാനൊരുങ്ങുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സാഹിത്യ പ്രതിഭകളുടെ അരങ്ങായി സൃഷ്ടി സാഹിത്യവേദി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ LDF ബഹുദൂരം മുന്നിലായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കക്കട്ടിൽ നടന്ന LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ UDFനെ ബഹുദൂരം പിന്തള്ളി LDF മുന്നിലായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കക്കട്ടിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK ലതിക MLA പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന രണ്ട് മുന്നണികളിൽ തെരഞ്ഞെടുപ്പ് രംഗം ആരംഭിക്കുമ്പോൾ തന്നെ LDF വളരെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ UDF വൻതോതിലുള്ള പിന്നോട്ടടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ ശരിയായി വിലയിരുത്തുന്നു എന്നതാണ്. LDF ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ LDFനെ കൂടുതലായി അംഗീകരിക്കുന്നു. UDF ജനവിരുദ്ധമായ ഒരു മുന്നണിയാണ്. ജനദ്രോഹമാണ് അതിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ അതോടൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ അതിൽ നിന്ന് അകലുന്ന നില സ്വീകരിക്കുന്നു. LDFനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മേലെ തട്ടിൽ നടന്ന അട്ടിമറി താഴെ തട്ടിലും പ്രതീക്ഷിക്കാമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നാദാപുരത്ത് നടന്ന UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ഞളാങ്കുഴി അലിയെപ്പോലെ പല പ്രമുഖരും LDF വിടാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മേലെ തട്ടിൽ നടന്ന അട്ടിമറി താഴെ തട്ടിലും പ്രതീക്ഷിക്കാമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നാദാപുരത്ത് നടന്ന UDF പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മഞ്ഞളാങ്കുഴി അലിയെപ്പോലെ പല പ്രമുഖരും LDF വിടാനൊരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒഞ്ചിയത്തും വടകരയിലും നടന്ന അട്ടിമറി ഇനിയും ആവർത്തിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അട്ടിമറി വടകരയിൽ നടക്കും എന്ന് നമ്മൾ ആരും മനസ്സിലാക്കില്ല. മുകളിലെ അട്ടിമറി നടന്നെങ്കിൽ അടിയിലും വേറൊരു അട്ടിമറി നടക്കാൻ പോവുകയാണ്. യാതൊരു ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ എല്ലാം വലിയ മാറ്റം വരാൻ പോവാണ്. കാരണം ഇവിടെ ഒഞ്ചിയത്ത് വന്ന മാറ്റം നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഒരു ഇളക്കം, അങ്ങനെ ഒരു അടിത്തറ ഇളക്കം ഇപ്പോ നടന്നിട്ടുണ്ട്. ആ അടിത്തറ ഇളക്കം അതാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടത്, അതാണ് കണ്ണൂർ കണ്ടത്, കോഴിക്കോട്ട് കണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കത് ദഹിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും നേരത്തെ അതങ്ങോട്ട് ദഹിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ്. അലി വിട്ടു, മഞ്ഞളാങ്കുഴി അലി വിട്ടു, പലരും വിട്ടു, ഇനി പലരും വിടാനിരിക്കുന്നു. ഞാനിപ്പോ കോഴിക്കോട് പത്രക്കാരെന്നോട് ചോദിച്ചപ്പോ കാഷ്വലായിട്ട് ഇതങ്ങ് പറഞ്ഞു, ഇനിയും പലരും വിടാനിരിക്കുന്നു എന്ന്. പത്രക്കാർക്ക് ഉടനെ അറിയണം ഇനി ആരൊക്കെയാണ് എന്ന്. കാരണം അത്രക്കും പത്ര മാധ്യമ ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് അടിത്തറ ഇളകിയിട്ടുണ്ട്. അടിത്തറ എന്തുകൊണ്ടാണ് ഇളകിയത് എന്നാണ് ആലോചിക്കുന്നത്. അടിത്തറ ഇളകാനുണ്ടായ കാരണം അവർക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെടണം. വെല്ലൂല്ല, ബ്രേക്കൂല്ല, അങ്ങനത്തെ ഒരു പോക്കാണ്. മുഖ്യമന്ത്രി ഒരു ബസ്സേക്ക് വിളിക്കും,
പാർട്ടി മറുവശത്തേക്ക് വിളിക്കും. അതിന്റെ ഫലം അനുഭവിച്ചത് ഈ നാട്ടുകാർ. വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി RSSന്റെ നേതൃത്വത്തിൽ വട്ടോളിയിൽ പഥസഞ്ചലനം നടന്നു. കക്കട്ടിൽ നിന്നും വട്ടോളിയിലേക്കാണ് പഥസഞ്ചലനം നടന്നത്. വട്ടോളിയിൽ നടന്ന പൊതുപരിപാടി ശ്രീലേശൻ ഉദ്ഘാടനം ചെയ്തു. വട്ടോളി നാഷണൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി കെ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി M ശ്രീലേശൻ മുഖ്യ പ്രഭാഷണം നടത്തി. വ്യത്യസ്തമായ പ്രചരണ രീതിയിലൂടെ ശ്രദ്ധേയമാവുകയായിരുന്നു യൂത്ത് ലീഗിന്റെ ചേലക്കാട്ടെ പ്രചരണ പരിപാടി. സൈക്കിളിൽ ഉച്ചഭാഷിണി ഘടിപ്പിച്ചായിരുന്നു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. പഴയകാലത്തെ തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ചേലക്കാട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് PK ഹമീദ്, റാഫി കോമത്ത്, റാഷിദ്, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനവും നമ്മുടെ നാടിന്റെ പുരോഗതിയും നല്ലൊരു നാട്ടിലെ ചോദിക്കുന്ന ചില വോട്ടുകൾ നല്ലൊരു നാട്ടിലെ ചോദിക്കുന്ന ചില വോട്ടുകൾ നല്ലൊരു നാട്ടിലെ ചോദിക്കുന്ന ചില വോട്ടുകൾ വാളല്ല ചിഹ്നം, വടിയല്ല ചിഹ്നം, തോണിയ നമ്മുടെ ചിഹ്നം, ഉയർച്ചകൾ താണ്ടിടുന്നൊരു തോണി നമ്മുടെ ചിഹ്നം. സാഹിത്യ പ്രതിഭകൾക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കി വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൽ കഥാ കവിത ശില്പശാല നടന്നു. സൃഷ്ടി റൈറ്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പ്രശസ്ത സാഹിത്യകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ നേരത്തെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കാം. നിങ്ങളുടെ പെർഫോമൻസ്, പ്രകടനം നടത്തിയ ആളുടെ ആ കമൻസ്, പിന്നെ ഉദ്ഘാടനത്തിന്റെ സാന്നിധ്യം അറിയിച്ച അധ്യാപകന്റെ ഭാഷണം, പിന്നെ ക്യാമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ പുലർത്തിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും, ഒരു സാഹിത്യ കഥാ ക്യാമ്പ് എന്ന് കേരളത്തിൽ അറിയപ്പെടുമ്പോൾ നമ്മൾ സാധാരണ വീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അതാകെ തകിടം പറഞ്ഞിരിക്കുക. ആ തകിടം പറയുമ്പോൾ അതിലൊക്കെ പങ്കെടുത്ത ഞാനടക്കം ഇപ്പൊ തകിടം പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ തലകുത്തി നിൽക്കുക, ശീർഷാസനം എന്ന് പറയും എൻ്റെ അവസ്ഥ. അപ്പോഴാണ് കുട്ടിയുടെ കവിത കേട്ടു. ഒറ്റമാത്രം കേട്ടപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തടഞ്ഞുണ്ടായിരുന്നു. നമ്മൾ കവിത എന്നൊക്കെ പറയുമ്പോൾ പ്രഭാഷണത്തിന് തുനിയുന്നില്ല, ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കവിത എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. നമ്മളെല്ലാം സ്വപ്നം കാണുന്ന ആളുകളാണ്. ഇപ്പൊ എന്നൊക്കെ കാണുന്ന സ്വപ്നത്തിന്റെ രൂപമാണ് ഈ ഇത്തരം രൂപാന്തരപ്പെടുന്ന ചടങ്ങുകൾ. നൗഷാദൊക്കെ കാണുന്ന ലോകത്തിന്റെ സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ കവിതകളിലൂടെയും വായികളുടെ കവിതകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരിക്കണം. ഈ കവിതയില് മഷി തീർന്ന പേന, വലിയൊരു വേവലാതി കൊള്ളുക. മഷി തീർന്നു പോയി, എന്താ ചെയ്യാൻ? പേനയായി മാറുന്നത് അത് മഷിയോട് കൂടി രൂപപ്പെടുമ്പോഴാണ്, അല്ലാതെ അത് പേനയാകുന്നില്ല. അങ്ങനെ ചില വസ്തുത അങ്ങനെയാണ്. ഒരു പേന നമ്മൾ പറയുമ്പോൾ അതിന് ആകാരം കൊണ്ട് മാത്രം പേനയാകില്ല, അതിൻ്റെ ഉപയുക്തത കൂടി വലിയൊരു പ്രശ്നം അല്ലേ? പേന ഉണ്ടെന്ന കയ്യിൽ മഷിയില്ലാതെ പേന. അപ്പോൾ എന്താണ്, പേന എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കാൻ കഴിയുന്നില്ല.
ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ നമ്മുടെ പേന എൻ്റെ കയ്യിലുണ്ട്, ഈ പേന എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതൊരു മഷിയില്ല. അപ്പൊ ഈ പേന എന്താണ്? സൃഷ്ടി റൈറ്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൽ കഥാ കവിതാ ശില്പശാല നടന്നു. സ്കൂൾ കലോത്സവ രചനാ മത്സരങ്ങളിൽ സമ്മാനാർഹരായ 60ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രമുഖ എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റഷീദ് കോടിയൂറ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MA വാണിമേൽ ഉപഹാര സമർപ്പണം നടത്തി. PA നൌഷാദ്, ഫായിദ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. എഴുത്തിന്റെ ആധുനിക വഴികളെപ്പറ്റിയും സാധ്യതകളെക്കുറിച്ചും ക്യാമ്പിൽ ചർച്ച നടന്നു. പത്രക്കാർ ചോദിച്ചപ്പോൾ തന്നെ സ്വാധീനിച്ച ഒരു പ്രസംഗം എന്ന് പറഞ്ഞ ഒരാളാണ് TK അബ്ദുദാസായി. പ്രബോധനം പത്രാധിപരാണ്, പണ്ഡിതനാണ്, ഉജ്ജ്വല വാക്കുകൾ. അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സ് മനസ്സിലാകേണ്ടത്. അപ്പം എന്നോട് ചോദിച്ചു, സദസ്സിൽ ഏതാണ്ട് എത്ര ബുദ്ധിജീവികൾ ഉണ്ടാകും എന്ന് ചോദിച്ചു. അന്ന് ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന അത്ര ഇങ്ങനെ പ്രചാരത്തിലുള്ള ഒരു നല്ലൊരു കഥാകൃത്തോ അല്ലെങ്കിൽ കവിയത്രിയോ കവിയോ ആക്കാൻ വേണ്ടിയാണ് ഇവിടെ തുടങ്ങുന്നത്. ഇതേപോലെ രാവിലെയൊക്കെ അമ്പലത്തിൽ നിന്ന് ചൊല്ലുന്ന ഒരു പാട്ടുണ്ട്. അതിന്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയത്. വായനാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ്. വായന വാനോളമുയരീണം, നാം വായിച്ചങ്ങു വളരീണം. കവിഹൃദയങ്ങൾ പറയുന്നു, നമ്മൾ വായിച്ചങ്ങു വളരീണം. വായിച്ചാലും നാം വളരും, വായിച്ചില്ലേലും നാം. വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം സമാപിച്ചു. 2 ദിവസമായി നടന്ന പരിപാടിയിൽ ആകർഷകമായ ഇനങ്ങളാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. പൊന്നാറും കരപ്പാടത്തിൻ ഇളവരമ്പിൽ പാടി നടക്കും മാടത്തേ. അതിരുളയും പൊന്നാറും കരപ്പാടത്തിൻ ഇളവരമ്പിൽ പാടി നടക്കും മാടത്തേ. വരവായി അരിവാളും തിരുവാവിക്കളം പത്തും കൊണ്ട് അറുകരന്റെ ചെറുമികളും ചെറുമരങ്ങി പാടവരമ്പിൽ കതിർ കൊയ്യാൻ കതിർ കൊയ്യാൻ തിരുനാളിൽ തിരുനാളിൽ വരവായി അരിവാളും തിരുവാവിക്കളം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ LDF ബഹുദൂരം മുന്നിലെന്ന് പിണറായി വിജയൻ. മഞ്ഞളാങ്കുഴി അലിയെ പോലെ പലരും LDF വിടാനൊരുങ്ങുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സാഹിത്യ പ്രതിഭകളുടെ അരങ്ങായി സൃഷ്ടി സാഹിത്യവേദി. സ്റ്റാർ വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചക്ക് 12 മണിക്കും. സ്റ്റാർ വിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ അഡ്രസ് www.starvisiontv.online.com. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.